ഞാൻ ഡോക്ടർ ജയകുമാർ, ഇൻ്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് കരിപ്പൂരിലെ സിദ്ധ മെഡിക്കൽ ഓഫീസറാണ്. തൈറോയ്ഡ് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ കോസാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ കോസ് എന്ന് പറയുന്നത്. അതൊരു തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള ഒരു കാരണം ഓട്ടോ ഇമ്മ്യൂൺ കോസാണ്. പിന്നെ രണ്ടാമത്തെ കാരണം വെച്ചാൽ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ കൂടുന്നതിന് ഹൈപ്പർ തൈറോയ്ഡ് എന്നും പറയും, കുറയുന്നതിന് ഹൈപ്പോ തൈറോയ്ഡ് എന്നും പറയും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾ വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അയഡിൻ്റെ കുറവ് ശരീരത്തിലുണ്ടാകുന്ന കാരണവും തൈറോയ്ഡ് രോഗങ്ങളുണ്ടാകും. കാരണം തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ വളരെ വളരെ അത്യാവശ്യ ഘടകമായതുകൊണ്ട് അയഡിൻ്റെ കുറവ് കാരണവും നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾ വരാം. പിന്നെ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടും നമുക്ക് തൈറോയ്ഡ് രോഗം വരാം. അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്കും തൈറോയ്ഡ് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ ജെൻഡർ വൈസിൽ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ തൈറോയ്ഡിന് എന്തെങ്കിലും സർജറി ചെയ്ത കാരണം കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകും. പിന്നെ നമുക്ക് പ്രഗ്നൻസി സമയത്തും പല ആളുകളിലും തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം കാരണവും കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കാരണം ഏറ്റവും കൂടുതൽ ആളുകളിൽ തൈറോയ്ഡ് രോഗം കണ്ടുവരുന്നത് മാനസിക സമ്മർദ്ദം കാരണമാണ്. ഇതാണ് നമ്മളുടെ തൈറോയ്ഡ് വരാനുള്ള പല പല കാരണങ്ങൾ.